അതിഥി താരം. ഇന്ന് അതിഥി താരത്തിൽ ഭരണരംഗത്തും സർഗാത്മക മേഖലയിലും ഒട്ടേറെ സംഭാവനകൾ നൽകിയ സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS പങ്കെടുക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ. വലിയ കരിയറുകൾ സ്വപ്നം കാണുന്ന എല്ലാവരും, പ്രത്യേകിച്ചും സർക്കാർ സർവീസിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS കിട്ടിയവരിൽ തന്നെ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു പദവിയാണ് ഏറ്റവും വലിയ പദവിയായ ചീഫ് സെക്രട്ടറി സ്ഥാനം. IASൽ 36 വർഷത്തിലേറെ കാലം ജോലി ചെയ്യുകയും 2.5 വർഷത്തോളം ചീഫ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയും ചെയ്ത താങ്കൾക്ക് പഠനം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതിനുശേഷം IASലേക്ക് വരുന്നതിനിടയിലുള്ള ഒരു സമയം എന്തായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം ഏറ്റവും ആദ്യം പ്രവൃത്തിയെടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ്. അപ്പോൾ അന്ന് PSLV റോക്കറ്റ് വികസിപ്പിച്ചുകൊണ്ടിരുന്ന കാലം. മുൻ ഇസ്രോ ചെയർമാൻ ഡോക്ടർ സോംനാഥും ഞാനും ഒറ്റ ദിവസമാണ് VSSCയിൽ ജോലിക്ക് ചേർന്നത്. അപ്പോൾ ആദ്യം ഈ PSLV റോക്കറ്റിൻ്റെ വെഹിക്കിൾ ഗൈഡൻസ്, അതിൻ്റെ ഗൈഡൻസിന് ഉള്ള ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ അത് വികസിപ്പിക്കുന്ന ജോലിയാണ് ഏറ്റവും ആദ്യം ചെയ്തത്. അപ്പോൾ അത് വളരെ വിജയകരമായി ഞാൻ 2 കൊല്ലം കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. അതിന് പിന്നീട് PSLV റോക്കറ്റിൽ അത് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ സിവിൽ സർവീസ് എഴുതുകയും 1987 IASൽ ജോയിൻ ചെയ്യുകയും ചെയ്തത്. ആദ്യമായിട്ട് എവിടെയായിരുന്നു പോസ്റ്റിംഗ്? പരിശീലനം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ചേർന്നത് പാലക്കാട് സബ് കളക്ടറായിട്ടാണ്. തുടർന്ന് ഇങ്ങനെ കേരളത്തിൽ പല മേഖലകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, എറണാകുളം കളക്ടർ ഉൾപ്പെടെ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. പിന്നെ പല മേഖലകളിലും ഞാൻ ജോലി ചെയ്യുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജോലി ചെയ്ത 3 മേഖലകൾ എടുത്താൽ, ഒന്ന് വിദ്യാഭ്യാസം, അതായത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് 4 കൊല്ലത്തിലധികവും, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് DPI ആയിട്ട് 2.5 കൊല്ലത്തിൽ അധികവും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതുകൂടാതെ പിന്നെ പ്രധാനമായിട്ട് ജോലി ചെയ്തൊരു മേഖല ഊർജ്ജത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ കേന്ദ്ര സർക്കാരിലാണ് പ്രധാനമായിട്ട്. പെട്രോളിയം മന്ത്രാലയത്തിൽ 3 കൊല്ലം അതിൻ്റെ ഡയറക്ടറായിട്ടും, പിന്നെ ഒരു 1.5 കൊല്ലം ഹൈഡ്രോ കാർബൺസിൻ്റെ ഡയറക്ടർ ജനറലായിട്ടും, പിന്നെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിട്ടും ഒക്കെ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട മേഖല ഫൈനാൻസ്. അപ്പോൾ അതിൽ കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടും, പിന്നെ കേന്ദ്രത്തിലെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ചീഫായിട്ടും ഒക്കെ ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. താങ്കൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി ചെയ്ത ഒരു മേഖലയും കൂടിയായിരിക്കും. നമ്മളെ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗതി കൈവരിച്ചൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ താങ്കൾ ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോഴും അതിനു മുൻപും താങ്കളുടെ ഒരു മനസ്സിലുള്ള, കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു മാറ്റം, അതിൽ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നു. അതിൽ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ലിറ്ററസി, അതായത് ഈ സാക്ഷരത എന്ന നിലവാരത്തിൽ നിന്ന് എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിലേക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്കൊരു നല്ല കാഴ്ചപ്പാട്, ക്രിയേറ്റിവിറ്റി, തിങ്കിങ് എബിലിറ്റി, പിന്നെ നൈപുണികളുടെ വികസനം. അപ്പോൾ അങ്ങനെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ ഉയർന്ന തലത്തിലുള്ള സങ്കല്പങ്ങൾ, ആ നിലയിലേക്ക് പോകാനായിട്ട് ഇനിയും നമ്മൾ വളരെയധികം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിലാണ് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരാനായിട്ട് ഇനിയും നമുക്ക് വളരെയധികം സഞ്ചരിക്കാനുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അവരുടെ ക്രിയേറ്റിവിറ്റി അത് വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവർക്ക് നൈപുണികൾ, പല തരത്തിലുള്ള നൈപുണികൾ നേടാൻ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ, പിന്നെ അവർക്ക് അധ്വാനത്തിനോടും അതുപോലെ തന്നെ ജീവിതത്തിനോടുമൊക്കെയുള്ള ശരിയായ കാഴ്ചപ്പാട് വികസിപ്പിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം വിദ്യാഭ്യാസത്തിനൊരു പ്രധാന റോളുണ്ട്. അത് നമ്മൾ കേരളത്തിൽ നടപ്പാക്കി എടുക്കാനായിട്ട് വളരെയധികം ഇനിയും നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ താങ്കൾ ഇരിക്കുന്ന ഒരു വകുപ്പ്, പ്രത്യേകിച്ചും റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് ചെയർമാൻ എന്ന് പറയുമ്പോൾ, കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ബോർഡാണല്ലോ. അപ്പോൾ ഈ തൊഴിൽ നൈപുണ്യം നേടുക എന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ തന്നെ കേരളത്തിൽ ഇത് താങ്കൾ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ടെന്ന് പറയുന്നു.
എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് യുവാക്കൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അവിടെ പോയി സ്കിൽഡായിട്ട് തിരിച്ചു വരുന്നു, ചിലർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ താങ്കൾ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂടുതലായിട്ട് മലയാളികൾ വിദേശത്തേക്ക് തൊഴിലിനും മറ്റും വേണ്ടി പോകുന്നതിനെ വളരെ ഒരു ഒറ്റ വില്ലേജായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വാഭാവികമാണ് യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അത് സംസ്ഥാനത്തിനൊരു ദോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് പുതിയ നൈപുണികൾ നേടി അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുറേ പേരെങ്കിലും തിരിച്ചു വരും. അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അത് ഗുണം ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത്, ഈ പുതിയ നൈപുണികൾ നേടാനും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ ഒരുപാട് മാറ്റങ്ങൾ, ഈ നൈപുണികൾ നേടുന്ന ആളുകൾക്ക് ഈ സംരംഭകത്വം അത് വികസിപ്പിക്കാൻ ഉള്ള പരിശ്രമം അത് വളരെ ആവശ്യമാണിപ്പോൾ. അതെ, ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ കേരളം ഒരുവിധം മുമ്പിൽ തന്നെയാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ ആദ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ള സംരംഭകത്വ മേഖലയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ യുവാക്കൾക്ക് വലിയ ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ അത് മുഴുവൻ നേടുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, അവരെ സഹായിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഇങ്ങനെ വിദേശത്തൊക്കെ പോയി പരിശീലനം നേടി ആ യുവാക്കൾക്ക് ഇവിടെ അവസരങ്ങൾ കൊടുക്കുവാനുള്ള ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ സംരംഭകത്വം ആണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. യുവാക്കളുടെ സംരംഭകത്വത്തിൻ്റെ ഉള്ള ആ ഊർജം അത് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭാവി വളരെ ശോഭനമായിരിക്കും എന്നതിന് സംശയമില്ല. ഇപ്പോൾ താങ്കളും ഇതുപോലെ വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ പോയത് ഒരു MBA പ്രോഗ്രാമിനാണ് ബർമിംഗ്ഹാം സർവകലാശാലയിൽ. അതുകൊണ്ട് അവിടുത്തെ ആ പഠനത്തിൻ്റെ ഒരു ചെറിയ വ്യത്യസ്തത എനിക്ക് മനസ്സിലായി. നമ്മൾ ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ അനുവർത്തിക്കുന്ന രീതിയും നമ്മുടെ സർവകലാശാലകളിലെ ആ പഠന സമ്പ്രദായവും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്താശേഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഏത് വിഷയം പഠിച്ചാലും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കൺസെപ്റ്റുകളിൽ വളരെയധികം ഫോക്കസ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയുമുള്ള ഒരു ആശയവിനിമയ രീതിക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ പോയി അത്തരം രീതികൾ കാണുന്നതും പരിചയപ്പെടുന്നതും പ്രത്യേകിച്ച് ഗവേഷണത്തിനുള്ള ഫോക്കസ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ ലഭ്യതയുടെ മാത്രം ലക്ഷ്യത്തോടെ കാണാതെ ഈ അറിവ് അല്ലെങ്കിൽ ഗവേഷണ സാധ്യതകൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ, അതിലുള്ള ഒരു ത്വര, പുതിയതായിട്ട് അറിവ് നേടുവാനുള്ള ഒരു ത്വര, ആ രീതിയിൽ കൂടി വിദ്യാഭ്യാസം കാണുന്ന ഒരു സമ്പ്രദായം അത് വളരെ പ്രധാനമാണ്. ഒരു ലക്ഷ്യത്തെ മാത്രമല്ല, അതായ ഒരു യാത്ര തന്നെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പം ലക്ഷ്യം തന്നെയാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ തൊഴിൽ നേടുക എന്നുള്ള ഒരു ലക്ഷ്യം അതൊരു 99% ആ ഒറ്റ ലക്ഷ്യം മാത്രമായിട്ട് മാറ്റിയെടുക്കാതെ ആ ലക്ഷ്യത്തോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസത്തിന് അതിനും ഉപരിയായിട്ടും കൂടി ചില അറിവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ അറിവുകൾ നേടുന്ന കാര്യത്തിൽ, ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ ഈ യഥാർത്ഥ ലക്ഷ്യം കൂടി സമന്വയിപ്പിക്കുന്ന ആളുകളെ അത് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുനടക്കുള്ളൂ. അതെ. അല്ലെങ്കിൽ തൊഴിൽ നേടുന്ന മാത്രം ലക്ഷ്യത്തോടെ നടത്തുന്ന വിദ്യാഭ്യാസം ആ ബിരുദം നേടിക്കഴിയുന്നതോടെ അവസാനിക്കും. അതെ. പിന്നെ ആ വ്യക്തി കൂടുതൽ വായനയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ സ്വയം അറിവ് നേടി മെച്ചപ്പെടുത്താനൊന്നും പരിശ്രമിക്കുകയില്ല. അത് സംഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഈ സിസ്റ്റത്തിൽ, നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലുള്ള ആ കാഴ്ചപ്പാട് അത് ശരിയാവാത്തതുകൊണ്ടാണ്. അത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉയർന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും മുന്നേറാനായിട്ട് സാധിക്കും. ഇപ്പോൾ തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വരവ്. താങ്കൾ ശാസ്ത്രമേഖലയിൽ നിന്നും വരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഏത് രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് തോന്നുന്നത്? നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഏത് സാങ്കേതികവിദ്യയും വരുമ്പോൾ അതിനെക്കുറിച്ച് ആശങ്കകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആശങ്കകൾ ഒരു സാങ്കേതികവിദ്യ പോലും ഇന്നുവരെ വരാതെ തടയാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകളും എങ്ങനെയായാലും അത് വരുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സദ്ഫലങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളോടെ
അത് ഉപയോഗിക്കുന്ന രീതിയിൽ മനുഷ്യ സമുദായം തന്നെ അതിനെ നേരിടേണ്ടി വരും. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമേ അല്ല, അത് മനുഷ്യ സമുദായത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. കാരണം ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മനുഷ്യ വംശത്തിന് തന്നെ വളരെ ഭീഷണി ഉയർത്തുന്ന സാങ്കേതിക വിദ്യകളാണ്. അതോടൊപ്പം തന്നെ അതിന് മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള അതിൻ്റെ സാധ്യതകളും വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാങ്കേതിക വിദ്യകളിൽ നമ്മൾ അതിനുള്ള ശേഷി കൈവരിക്കുക എത്രയും വേഗം എന്നുള്ളത് നമുക്കൊരു മുൻതൂക്കം നൽകും തുടക്കത്തിൽ തന്നെ. അതെ. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇതിന് വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. കാരണം നിർമ്മിത ബുദ്ധിയുടെ രംഗത്ത് നൈപുണികളുള്ള ശേഷികളുള്ള വ്യക്തികളെ ലോകത്തിലെല്ലായിടത്തും ആവശ്യമായിട്ട് വരും. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള ഈ രംഗത്തെ തൊഴിൽ മേഖലകളിൽ കൂടി നമുക്ക് പ്രവേശനം ലഭിക്കാനും അടുത്ത സാമ്പത്തിക രംഗത്ത് നിർമ്മിത ബുദ്ധി മൂലം ഉണ്ടാകുന്ന വലിയ കുതിച്ചുചാട്ടത്തിൽ നമുക്കും കൂടി ഭാഗമാകാനും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി താങ്കളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ശാസ്ത്രമേഖലയിൽ നിന്നും വരുന്ന ഒരാളാണ്, വളരെ തിരക്കുള്ള IAS ഉദ്യോഗസ്ഥനായിരുന്നു, ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഒരു പാഷൻ ആയിട്ട് താങ്കളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എഴുത്താണ്. ഒരുപാട് കവിതാ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, വിവർത്തനങ്ങളുണ്ട്. എഴുത്തിനെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു തിരക്കുകൾക്കിടയിലും കൊണ്ടുപോയത്? അതിൻ്റെ ഒരു തുടക്കം എവിടെയായിരുന്നു? മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് പല ഭാവങ്ങളുണ്ട്. അത് ശാസ്ത്രത്തിലും സർഗാത്മകതയുണ്ട്, അതുപോലെ തന്നെ സാഹിത്യത്തിലുമുണ്ട്, കർമ്മമണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെ മനുഷ്യന് സർഗാത്മകത വ്യാപരിപ്പിക്കുവാൻ പല മേഖലകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സാഹിത്യം എന്നുള്ളത്, പ്രത്യേകിച്ച് കവിത. എനിക്ക് കവിതയോട് വളരെ ചെറുപ്പം, സ്കൂൾ കാലഘട്ടം മുതൽ വലിയ അഭിനിവേശമുണ്ട്. മലയാളം എന്ന് പറയുന്ന ഭാഷ അത് ഒരു സാഹിത്യ ഭാഷയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്ര മനോഹരമായ രീതിയിൽ മനുഷ്യൻ്റെ വികാരങ്ങളെ വിചാരങ്ങളെയൊക്കെ സംവേദനം ചെയ്യുവാനുള്ള ശേഷിയുള്ള ഭാഷകൾ കുറവാണ്. വളരെയധികം ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കൃതവും തമിഴും ചേർന്ന് ഉണ്ടായ ഒരു ശ്രേഷ്ഠ ഭാഷയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ടൊരു സാഹിത്യ ഭാഷ എന്ന നിലയിൽ മലയാളം കവിതകളോട് എനിക്ക് ഉണ്ടായ ഒരു ആഭിമുഖ്യം, ഒരു താല്പര്യം, ഒരു സ്നേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് സ്കൂളിൽ വെച്ച് കവിതകൾ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ജീവിതത്തിൻ്റെ പല മേഖലകളിലും തിരക്കൊക്കെ വന്നപ്പോൾ കവിതകൾ കുറേ കാലം മാറി നിന്നു, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ പല സമയങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും കവിതകൾ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ വായന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ കവിതകൾ, അതിലുള്ള ഒരു സർഗാത്മകത, അതിലെ ഒരു മനോഹാരിത, ഇതിലാകൃഷ്ടനായിട്ടാണ് ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങിയത് സ്കൂളിൽ തൊട്ടേ. അതുകൊണ്ട് ആ ഒരു ശേഷി അത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് ഒരു ആശയ സംവേദനത്തിന് മറ്റ് മനസ്സുകളോട് സംവേദനം ചെയ്യുവാനുള്ള വളരെ നല്ലൊരു മാർഗ്ഗമാണ്. കാരണം ഒരു കവിതയ്ക്ക് ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയ്ക്ക് എന്തല്ല വിഷയം എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. എന്തും വിഷയമാകാം. അതിൽ ശാസ്ത്രം വേണമെങ്കിൽ കവിതയ്ക്ക് വിഷയമാകാം. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും നമുക്ക് സംവേദനം ചെയ്യാനുള്ള ഒരു മാധ്യമമാണ് കവിത. അത് മനുഷ്യൻ്റെ ഹൃദയത്തിന് ആഹ്ലാദകരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സർഗാത്മക ശേഷിയെ വളരെയധികം പരിപോഷിപ്പിക്കുന്നതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും ഈ കവിത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പതുക്കെ പതുക്കെ ഈ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ കുറേ ഉണ്ടത്. അതിൻ്റെ ഒരു കാരണം മനുഷ്യൻ്റെ ഈ ബൗദ്ധികത ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വേര് ഉറപ്പിക്കുമ്പോൾ, ബൗദ്ധികത നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും മനസ്സിലുമെല്ലാം, അതായത് കൂടുതൽ മനുഷ്യൻ യന്ത്രവൽകൃതനാവുമ്പോൾ കവിത പോലുള്ള സർഗാത്മകതകളുടെ പ്രാധാന്യം കുറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെല്ലാം ഒരു ചാക്രികമാണ്. അപ്പം ഈ കവിതയും ഒരു കാലത്തും അങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റുകയില്ല. അത് തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, വളരെ ശക്തിയായിട്ട് തിരിച്ചു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോടിനെ സാഹിത്യ നഗരിയായി യുനെസ്കോ പ്രഖ്യാപിക്കുന്നു. സാഹിത്യോത്സവങ്ങൾ ഒരുപാട് നടക്കുന്നു. താങ്കളും അതുപോലെ സാഹിത്യോത്സവങ്ങളുടെ ഭാഗമാകാറുണ്ട്. അപ്പോൾ ഈ സാഹിത്യോത്സവങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് മലയാള ഭാഷയെയും സാഹിത്യത്തെയും പുതിയ തലമുറയുമായി കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? സാഹിത്യ ഉത്സവങ്ങൾ നല്ലതാണ്. പക്ഷേ സാഹിത്യത്തിന് വളരേണ്ടത് ഉത്സവങ്ങളല്ല, വായനയാണ്. ഉത്സവങ്ങൾ വളർന്നുകൊണ്ട് സാഹിത്യം സമൂഹത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. പക്ഷേ വായന വളർന്നാൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ സാഹിത്യത്തിൻ്റെ പ്രാധാന്യം കൂട്ടും എന്നതിന് സംശയമില്ല. ഈ വായന വളരുന്നുണ്ടോ എന്ന കാര്യത്തിൽ എല്ലാവരും ആശങ്കാകുലരാണ്. കാരണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഇൻഫ്ലുവൻസൊക്കെ കാരണം വായനയുടെ സമയവും പ്രാധാന്യവും എല്ലാം പുതിയ തലമുറയ്ക്ക് കുറഞ്ഞു വരുന്നു. മലയാള ഭാഷയിലേക്ക് തന്നെ എത്ര സമയം പുതിയ തലമുറ കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും സംശയകരമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വായനയിൽ വളരെയധികം ഒരു ഫോക്കസ്
വളരെ അത്യാവശ്യമാണ്. എങ്കിലേ തീർച്ചയായിട്ടും അത് ചെറുപ്പത്തിലെ ആ ഒരു ശേഷി കുട്ടികൾക്ക് വളർത്തിയെടുത്താൽ മാത്രമേ, സ്കൂൾ കാലഘട്ടത്തിൽ വളർത്തിയെടുത്താൽ മാത്രമേ അവർ ജീവിതകാലം മുഴുവൻ വായനയെ ഒരു സന്തത സഹചാരിയാക്കി മാറ്റി അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അതെ, അതിന് അവരെ പ്രേരിപ്പിക്കാൻ സാഹിത്യോത്സവങ്ങളൊക്കെ സഹായിക്കുമെന്നത് ശരിയാണ്. താങ്കളുടെ IAS കരിയറിനെ കുറിച്ച് തന്നെ അതിലേക്ക് തന്നെ മടങ്ങിയെത്തി കഴിഞ്ഞാൽ, താങ്കൾ കേരള കാഡർ ഉദ്യോഗസ്ഥനായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും ഒരുപാട് വർഷം ജീവിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും IASകാരൻ്റെ ജീവിതത്തിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ടോ? സമൂഹങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഡൽഹിയിൽ മലയാളി സമൂഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയാണ് അവിടെ ജീവിച്ചത്. കേരളത്തിൽ വന്ന് അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പം മലയാളികൾ തന്നെ, നമ്മൾ ഡൽഹിയിലുള്ള മലയാളികളുടെ സമൂഹം, അവരുടെ ജീവിത ചിന്താധാരകളും കേരളത്തിലേതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിലുള്ളതിനേക്കാളും പോസിറ്റിവിറ്റി പുറത്തുള്ള മലയാളി സമൂഹങ്ങളിലുണ്ട്. ഈ കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങോട്ട് കടക്കുമ്പോൾ, സംസ്ഥാനത്തേക്ക് കടക്കുമ്പോൾ, ഇവിടെ ജീവിക്കുന്നവർക്ക് അത്രയും തോന്നുന്നുണ്ടാവില്ല എന്ന് എൻ്റെ വിചാരം. പക്ഷേ പുറത്ത് പോയി ജോലി ചെയ്തവർക്കോ അല്ലെങ്കിൽ പുറത്ത് സമൂഹങ്ങൾ കണ്ടവർക്കോ നമ്മൾ ഈ കേരളം എത്ര ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയുള്ള ഒരു സമൂഹമാണ് എന്ന് സംശയം വരും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും ഒരുതരം നെഗറ്റീവായിട്ട് നോക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നോക്കിയാലൊക്കെ നമുക്കത് മനസ്സിലാവും. അപ്പം മലയാളി സമൂഹങ്ങൾ തന്നെ പുറത്ത് ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതേ കാര്യം നമുക്ക് സാഹിത്യത്തിൽ പോലും കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. കേരളത്തിലെ സമസ്ത മേഖലകളിലും മനുഷ്യരുടെ ഈ സർഗശേഷിയും സർഗാത്മകതയും വളരാൻ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള മാനസിക നിലഭാവം ആവശ്യമാണ്. അത് സ്കൂളിൽ മുതലേ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്തുകൊണ്ട് കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്, അതിന് പല കാരണങ്ങളുണ്ടാവും. ചരിത്രപരമായിട്ടും മറ്റ് പല രീതിയിലും അതിന് പല കാരണങ്ങളുണ്ടാവും. കേരളത്തിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണെന്നാണ് പറഞ്ഞത് 1896. അപ്പോൾ അതിൻ്റേതായ ചില സാമൂഹിക കാരണങ്ങൾ അന്നുണ്ടാവും. ഇന്ന് ഇപ്പോൾ ആരെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്ന് കണ്ടുപിടിച്ചാൽ അതിൽ തെറ്റുണ്ടാവും തോന്നുന്നില്ല. താങ്കൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ മറ്റ് ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അത് ഏത് പാർട്ടികൾ മാറി വന്നാലും അത് നല്ല രീതിയിൽ നിലനിർത്തുമ്പോൾ ആ ജോലിയിൽ അതിൻ്റെ ഒരു ഗുണപരമായ കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് താങ്കൾക്ക് എങ്ങനെയാണ് സാധിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഈ ജോലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ സമൂഹത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷേ ജോലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി ചെയ്യാൻ അനുകൂലമായ വളരെ നല്ല ഘടകങ്ങളുണ്ട്, ധാരാളം ഘടകങ്ങളുണ്ട്. ഒരു ഘടകം, കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ ഒരു സമൂഹമാണെന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിൽ. അത് മറ്റ് സ്റ്റേറ്റുകളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ അഴിമതി ഏറ്റവും കുറവാണ്. പിന്നെ കൂടുതൽ കഴിവ് ഉള്ള ആളുകൾ ഉള്ള സമൂഹമാണ് ഇവിടെ. അതായത് ഇവിടെയുള്ള വ്യക്തികൾക്കെല്ലാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് കൂടുതൽ എബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കും അവർ കുറച്ചുകൂടെ ഈ നെഗറ്റിവിറ്റി കൂടുതൽ കാണിക്കുന്നത്. അതെന്താണെന്ന് പഠിക്കേണ്ടതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ കൂടുതൽ കഴിവുള്ള കർമ്മശേഷിയുള്ള ആളുകളുണ്ട്. ആ കർമ്മശേഷി മുഴുവൻ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവർക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. കർമ്മശേഷിയും കഴിവും എല്ലാം ഉണ്ടായാലും അതെല്ലാം സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് ചാനലൈസ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സമീപനം ആവശ്യമുണ്ട്. ആ സമീപനത്തിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് നമ്മുടെ ഈ കർമ്മശേഷിയും ഈ കഴിവുകളൊന്നും മുഴുവൻ അങ്ങ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിലും പൊതുവേ കേരളത്തിൽ നമുക്ക് ഇവിടുത്തെ ഈ സമൂഹത്തിൻ്റെ പല രംഗത്തുള്ള വളരെ വലിയ നേട്ടങ്ങൾ നേടിയൊരു സമൂഹമാണിത്. അത് ആരോഗ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അങ്ങനെ പല മേഖലകളിലും നമുക്ക് വളരെയധികം മേൽക്കൈയുണ്ട്. ആ നേട്ടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു നല്ല ജോലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടും കേരളത്തിൽ ജോലി ചെയ്യുന്നതിന് വലിയ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ താങ്കളുടെ പ്രധാന മേഖല ഒന്ന് ഭരണപരമായിട്ടുള്ള കാര്യം, രണ്ട് ഇപ്പോൾ സാഹിത്യം എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് രംഗത്തും താങ്കൾക്കൊരു റോൾ മോഡൽ, ഒരു ഗുരുതുല്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വളരെ ബഹുമാന്യരായ പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലിരുന്ന കാലത്ത് ഓംചേരി NN പിള്ള എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് ഞാൻ വളരെ വലിയ സൗഹൃദത്തിലായിരുന്നു, വളരെ സ്നേഹത്തിലായിരുന്നു. ദിവസേന എന്നോണം കാണും. അപ്പോൾ അദ്ദേഹം ഈ ഡൽഹിയിൽ 70-75 കൊല്ലം ജീവിച്ച ആളാണ്, മലയാളിയാണ്. കേരള സംസ്കാരത്തിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായ വ്യക്തിത്വം ഈ ഡൽഹിയിൽ ജീവിച്ച ഓംചേരി സാറിലാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കേരളത്തിൻ്റെ നമ്മൾ പറയുന്ന ഏറ്റവും ഉദാത്തമായൊരു സംസ്കാരം, അതിൽ ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കർമ്മശേഷി,
പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനശേഷി, മനുഷ്യർക്ക് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മാതിരിയുള്ളൊരു ചിന്താരീതി, സാഹിത്യരംഗത്തൊക്കെ ഉള്ള താല്പര്യം, കലാരംഗത്തുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ആത്മീയത പോലും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശേഷി, ഇങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒരു വലിയ ഒരു വ്യക്തിയായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം മരണമടഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് വളരെ അടുത്ത് എനിക്ക് സാഹിത്യമൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു ദിവസവും വളരെയധികം. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ പല വ്യക്തികളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൽ ഉള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെ ഒരു വളരെ അടുത്ത പ്രവർത്തനമല്ലല്ലോ, അത് പ്രൊഫഷണൽ ബന്ധങ്ങളാണ്. അതെ. ഇപ്പോൾ താങ്കൾ വഹിച്ച പദവികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, അത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ താങ്കൾക്ക് ഞാൻ ഈ സർവീസിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തു പറയാവുന്നൊരു നല്ലൊരു അനുഭവം ഉണ്ടോ? ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആത്മപ്രശംസ പോലെ എല്ലാവർക്കും തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനതിലൊന്നും ഓരോന്നായിട്ട് എടുത്തു പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനെപ്പോഴും ജോലി ചെയ്തപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച ഒരു തത്വമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് നമുക്ക് ഭൗതികമായിട്ട് കിട്ടുന്ന നമ്മുടെ ശമ്പളവും, മറ്റൊന്ന് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു പ്രതിഫലം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നല്ല കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, അത് നമുക്ക് തന്നെ അതിൻ്റെ വലിയൊരു മാനസികമായിട്ട് വലിയൊരു ഗുണമുണ്ട്. അതെ. അപ്പോൾ ഈ രണ്ട് പ്രതിഫലവും കൂടി നേടുക എന്നുള്ളതാണ് നമ്മളൊരു ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ പ്രവർത്തിച്ചാൽ ജോലി നമുക്ക് സന്തോഷകരമാവും. അത് മാത്രമല്ല, അത് നമുക്കൊരു സംതൃപ്തി ജോലിയിൽ നിന്ന് തരും മാനസികമായിട്ട് എന്നുള്ള ഒരു വിശ്വാസം അത് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു ജോലിയും വലിയ വിരസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജോലിക്ക് ചേരുമ്പോൾ, നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ അവിടുന്ന് പോകുമ്പോൾ നമ്മൾ ചെന്നതിനേക്കാളും കുറച്ചെങ്കിലും നല്ല സ്ഥലമായിരിക്കണം അത് എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് ആ ഓർഗനൈസേഷന് ഗുണം ചെയ്യും, നമുക്കും മാനസികമായിട്ട് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ നടന്നു തീർത്ത ഒരു വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെയധികം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം തന്നെ മറ്റു തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് പൊതുവിൽ സർഗാത്മകതയും ഭരണവും എല്ലാം കൂടി എങ്ങനെ പോകുന്നു? പല മേഖലകളിലും വളരെ ഇൻട്രസ്റ്റ്. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ പല കാര്യങ്ങളും പഠിച്ചു, ശാസ്ത്രം, സാഹിത്യം, അങ്ങനെ പല മേഖലകളിലും ബിരുദത്തിന് വേണ്ടിയും പഠിച്ചിട്ടുണ്ട്, അല്ലാതെയും നമ്മുടെ താല്പര്യം കൊണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പല മേഖലകൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അറിവിനോട് ഒരു ഇൻട്രസ്റ്റ് ഞാൻ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. എനിക്ക് താല്പര്യമുള്ള ഉദാഹരണം പറഞ്ഞാൽ ഊർജ്ജതന്ത്രം. ഞാൻ IAS എഴുതിയ 2 വിഷയങ്ങൾ, ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മറ്റത് ഫിസിക്സ്. ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ ഊർജ്ജതന്ത്രം എന്ന വിഷയം IASന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഊർജ്ജതന്ത്രത്തിലുണ്ടാകുന്ന എല്ലാ പുതിയ വികാസവും ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്. കാരണം അത് തത്വശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് ഈ ഭൗതിക ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഗുണമൊന്നും സ്പെസിഫിക് ആയിട്ട് ഒരു ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ ചെയ്യുന്നതല്ല. പക്ഷേ നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയം, ആ വിഷയത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തിനെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കർമ്മമണ്ഡലത്തിൽ ശോഭിക്കാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ. ആകാശവാണിയിൽ എത്തിയതിന് വളരെ നന്ദി. താങ്ക് യു. വളരെ നന്ദി. ഭരണരംഗത്തും സർഗാത്മക മേഖലയിലും ഒട്ടേറെ സംഭാവനകൾ നൽകിയ സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS പങ്കെടുത്ത അതിഥി താരം പരിപാടിയാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ, നിർവഹണ സഹായം സിന്ധു PK. അതിഥി താരം നിർവഹണം ഫഹദ് റാസ.